ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയനയ്ക്ക് തലവേദനയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ദേവയാനി ഒരു മസാല ചായയൊക്കെ ഇട്ട് നയനയുടെ അടുത്തേക്ക് കൊണ്ടിരുന്നുണ്ട്. നയന അന്നേരം കാണും ദേവയാനി ഇങ്ങനെ വാതുക്കെ വന്ന് നിൽക്കുന്നതൊക്കെ. എന്നാലും കണ്ണടച്ച് കിടക്കുകയാണ്. ദേവയാനി അടുത്ത് വരുന്നത് നോക്കി. ദേവയാനിക്കാണെങ്കിൽ നയനെ നോക്കി നിൽക്കുമ്പോൾ വിളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നയന എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നേരെ ഒരു ചുമയൊക്കെ പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ ആ ചുമ കേട്ടുകൊണ്ട് നയന കണ്ണ് തെളിച്ചിട്ട് അമ്മയോ എന്ന് ചോദിച്ച് എഴുന്നേറ്റിരിക്കും. അന്നേരം ദേവയാനി ഗൗരവത്തോടെ തന്നെ ചോദിക്കും, എന്താ നിനക്ക് എന്തോ തലവേദനയാണെന്നൊക്കെ ആദർശ് പറയുന്നത് കേട്ടല്ലോ, ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കും. അതിനുള്ള കാര്യമൊന്നുമില്ല അമ്മേ, ഞാനൊന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട, ഇനി നിനക്ക് വല്ല വയ്യാഴിക ഉണ്ടായ ആശുപത്രി കൊണ്ടുപോയില്ല എന്ന് നിൻ്റെ വീട്ടുകാരൊക്കെ പറയല്ലേ, അതുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. വേണ്ട അമ്മേ, പോകണ്ട എന്ന് തന്നെ നയന പറയും. അതെന്താ പോയാൽ നിനക്കൊന്ന് ഒരുങ്ങി കാറിലൊന്ന് കയറി ഇരുന്നാൽ പോരെ, ആദർശ് ആശുപത്രി കൊണ്ടുപോയിക്കൊള്ളുകയല്ലേ എന്ന് ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വല്ല വയ്യാഴിക തോന്നുകയാണെ വൈകുന്നേരം പോകാമെന്ന് പറയും. എന്നാൽ ശരി, എന്നാൽ ഈ ചായ കുടിക്ക്, മസാല ചായയാന്ന് പറയും. അന്നേരം പറയും, അമ്മ മസാല ചായ ഇട്ടോന്ന് ചോദിക്കും. അത് ആദർശിനൊരു ചായ വേണമെന്ന് പറഞ്ഞ് മസാല ചായ. അന്നേരത്തേന് അവനിട്ടതിൻ്റെ ബാക്കി ഇരുന്നു, അപ്പോൾ അത് നിനക്ക് തന്നേക്കാമെന്ന് വിചാരിച്ചു, അല്ലാതെ നിനക്ക് വേണ്ടി ഇട്ടതൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് ഇറങ്ങിപ്പോവാണ്. കുറച്ചങ്ങോട്ട് നടന്നിട്ട് ദേവയാനി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് നയന ഇരുന്ന് ചായ കുടിക്കുകയാണ്. നയനയും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അന്നേരം നയന നോക്കുമ്പോഴത്തേന് ദേവയാനി ഇങ്ങനെ വാതൊക്കെ പോയിട്ട് തിരിഞ്ഞ് നോക്കി നിൽക്കുന്ന കാണുന്നത്. അപ്പം ദേവയാനി ഒന്ന് ചമ്മുന്നുണ്ട്. പക്ഷേ ദേവയാനി പെട്ടെന്ന് ഇറങ്ങി അങ്ങ് താഴേക്ക് അങ്ങ് പോകും. അപ്പം നയനയ്ക്ക് അങ്ങ് ആകെ സംശയമാണ്, സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അഭിനയിക്കുകയാണോ എന്ന്. ദേവയാനി താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് മുത്തശ്ശി ഹാളിലിരിപ്പുണ്ട്. അപ്പം മുത്തശ്ശിയുടെ അടുത്തിട്ട് ഇരുന്നിട്ട് ദേവയാനി പറയും, അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോകാൻ അമ്മ അവളോട് പറയണമെന്ന് പറയും. ആരുടെ കാര്യം നീ പറയുമെന്ന് ചോദിക്കും. നയനയുടെ കാര്യമാണെന്ന് പറയും. നയനമോക്ക് എന്നെ പറ്റിയെന്ന് ചോദിക്കും. അവൾക്കൊരു തലവേദനയാകണ്ടെന്ന് പറയുന്നത് കേട്ടു. അവളങ്ങനെ ചെറിയ തലവേദനയൊന്നും വന്നാൽ അങ്ങനെ കിടക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ എന്താണ് അവൾ കിടക്കുക, എന്തോ വയ്യാഴിയുണ്ട്, അമ്മയൊന്ന് പറഞ്ഞ് ഉപദേശിക്കണം അവളെ എന്ന് പറയും. അവൾക്ക് വേണമെങ്കിൽ ആദർശിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ, മോൾ എന്നെ അങ്ങനെ പോകാതിരിക്കുന്ന, മോൾക്ക് അങ്ങനെ ഒരു കിടപ്പൊന്നും ഉള്ളതല്ലല്ലോ എന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകും, ഞാനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് പറയും. അതുപോലെ തന്നെയല്ലേ നയനമോളെന്ന് ചോദിക്കും. നയനയ്ക്ക് എന്താ, അവൾ വല്ല ഓപ്പറേഷൻ ചെയ്തതാണെന്ന് ചോദിക്കും. അതല്ല, ആർക്കാണെങ്കിലും എന്തായാലും വയ്യാഴിയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണമല്ലോ, അതുകൊണ്ടാണെന്ന് പറയും. മോക്ക് എന്തായാലും ഞാനൊരു കഷായം വെച്ച് കൊടുക്കാമെന്ന് മുത്തശ്ശി പറയും. അതൊക്കെ ഞാൻ വെച്ച് കൊടുക്കാം, ഇപ്പം ഞാനൊരു മസാല ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വയ്യാഴിക വല്ല ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അമ്മ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നന്ദും കൂട്ടുകാരും കൂടെ ഇരുന്ന് റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ്. അന്നേരം കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ നാളെ ട്രെയിനിങ്ങിന് പോകുമല്ലോ, ഇനി പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലൊന്നും കൂടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതെന്താ, ഞാൻ SI ആയിപ്പോയെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ കൂട്ടുകാരെയൊക്കെ മറക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഈ നല്ല കാലമൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. എന്ന് വെച്ച് നിങ്ങൾ എന്തെങ്കിലും വേണ്ടാദിനം കാണിച്ചാൽ ഞാൻ പിടിച്ചകത്തിടുകയും ചെയ്യും, നല്ല പൂശുകയും ചെയ്യുമെന്ന് പറയും. ഞങ്ങളത് നോക്കിക്കോളാം എന്നൊക്കെ കൂട്ടുകാരന്മാരും പറയുന്നുണ്ട്. ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അനി വരുന്ന കാണുമ്പോഴേ കൂട്ടുകാരൻ പറയും, അതേ നിൻ്റെ കാമുകം വരുന്നല്ലോ എന്ന്, നിന്നോട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് നന്ദു പറയും. നിനക്ക് എന്നാണേലും SI പോസ്റ്റ് കിട്ടുന്നോടം വരെ ഞങ്ങളിങ്ങനെയൊക്കെ പറയും, അത് കഴിഞ്ഞ് ഞങ്ങൾ പറയത്തില്ല, നെഞ്ചിടിച്ച് കലക്കുകയല്ലേ നീ എന്ന് ചോദിക്കും. എന്തായാലും നിങ്ങൾ ഇനി സംസാരിച്ചിരിക്കും, ഞങ്ങൾ പോവാന്ന് പറയുമ്പോൾ അനി അടുത്തൊരു മനു ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളോട് ഇരിക്കാൻ വേണ്ട, എന്തായാലും ഈ സമയം നിങ്ങളെടുത്തു, വൈകുന്നേരം ഞങ്ങൾ ഇവളെ കണ്ടോളാമെന്ന് പറഞ്ഞ് ആ കൂട്ടുകാരങ്ങ് കയറിപ്പോവും. അനി വന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, താനെപ്പോഴാണ് നാളെ രാവിലെ പോകുന്നത്, ട്രെയിനിനാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കും. അത് ട്രെയിനിനാണ് പോകുന്നതെന്ന് പറയും. അന്നേരം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കും. വേണ്ട, ആരെങ്കിലും കണ്ടാൽ അത് പിന്നെ ശരിയാകില്ല, അതുകൊണ്ട് വരണ്ട, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫോൺ വിളിക്കാം, വീഡിയോ കോളും ചെയ്യാം, നീ പക്ഷേ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യരുതെന്ന് പറയും. ശരി എന്ന് അനി പറയുന്നുണ്ട്. അനി എന്നെ കാണണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വന്ന് കാണുന്നെന്ന് പറഞ്ഞാൽ അനിയുടെ മനസ്സിൻ്റെ ഒരു വിഷമമൊക്കെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അനാമിക നിനക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അതറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് നന്ദു പറയുന്നുണ്ട്. നീ അത് പറയരുത്, ഞാനും അവളും ഒരിക്കലും ഒത്തുപോകത്തില്ല, അവൾക്ക് ഒരിക്കലും ഒരു നല്ല ഭാര്യയാകാനേ കഴിയത്തില്ല, അവൾക്ക് സ്വത്തിലും പണത്തിലുമൊക്കെ ആ കാര്യം, ഒരുപാട് കള്ളത്തരങ്ങൾ അവൾ പറയുന്നുമുണ്ട്. ഒരിക്കൽ പറഞ്ഞ് അവർക്ക് കണ്ണായ സ്ഥലത്ത് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കാണിച്ച്, പിന്നെ ഒരു പ്രാവശ്യം ഒരു കാറ് മേടിച്ചു കൊണ്ട് കാണിച്ചു, മുത്തശ്ശൻ പറഞ്ഞ് അത് കൊണ്ടുവന്ന് വീട്ടിലിട്ടോളാൻ പറഞ്ഞപ്പം അത് കൊണ്ടുപോയി, പിന്നെ ആ ഭാഗത്ത് ആ കാർ
ആരും കണ്ടിട്ടില്ല. ഇവിടെ അമ്മയും അച്ഛനും എല്ലാം കള്ളത്തരവാക്ക് പറയുന്നെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ബെഡ്റൂമിലാണെങ്കിലും പരസ്പരം തിരിഞ്ഞു കിടക്കുന്ന 2 ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഇതങ്ങനെ ഒരുപാട് കാലമൊന്നും അങ്ങനെ മുമ്പോട്ട് പോകത്തില്ല. താമസിയാതെ തന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുവഴി കാറ് ഓടിച്ചുകൊണ്ട് വരുന്ന അനാമിക കാണുന്നുണ്ട്. അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് കാറ് ഇവരുടെ അടുത്തൂടെ പറപ്പിച്ച് വിടുന്നൊക്കെ ഉണ്ട്. അനി പറയുന്നുണ്ട് നന്ദുവിനോട്, തന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ വന്ന് കാണും. അവിടെ ആകുമ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. താൻ SI സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തട്ടാനെ കൊണ്ട് പണിയിപ്പിച്ച് വെച്ചിരുന്നതാണെന്ന് പറഞ്ഞ് ഒരു മോതിരം എടുത്ത് കാണിക്കുന്നുണ്ട്. നന്ദു അന്നേരം അത് വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും അനി പറയും, വേണ്ട, അങ്ങനെയൊന്നും പറയരുത്, നീ ഇത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിൻ്റെ അടുത്തിരിക്കുമ്പോൾ നിൻ്റെ മനസ്സിൻ്റെ ആന്തൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ആണ് അങ്ങനെ തോന്നുന്നത്. അതെനിക്ക് നന്നായിട്ട് അടുത്തറിയാൻ പറ്റുന്നുണ്ടോ. അതുകൊണ്ട് താൻ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നന്ദുവിന് അത് കൊടുക്കുന്നുണ്ട്. നന്ദു അത് അവസാനം അങ്ങ് മേടിക്കും. താൻ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ അനി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വിളിക്കാമെന്ന് പറഞ്ഞ് നന്ദുവും അനിയും പിരിയുന്നു. വൈകുന്നേരം ആദർശ് വരുമ്പോഴും നയന കിടക്കുകയാണ്. എടുത്ത് തൻ്റെ വയ്യാഴിക മാറിയില്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങുന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. വേണ്ട ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചില ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു, എന്താണെന്നൊരു അറിയത്തില്ല, മനസ്സിനൊരു വിഷമമുണ്ട്, എന്നെ ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാവോന്ന് ചോദിക്കും. എനിക്ക് അമ്മയുടെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറയും. വേണ്ട, അതൊക്കെ വെയിലല്ലേ, പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് പറയും, അതിന് നമ്മൾ നടന്നൊന്നും അല്ലല്ലോ പോകുന്ന, വണ്ടിക്കല്ലേ, അതുകൊണ്ട് എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം, അമ്മയുടെ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടാക്കണം എന്ന് പറയും. ശരി, എന്നാൽ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാമെന്ന് പറയും. എനിക്ക് അമ്മയുടെയും അവരുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കഷായം കുടിച്ചാൽ തന്നെ എൻ്റെ തലവേദനയൊക്കെ മാറിക്കോളും, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ശരി എന്നാൽ താൻ ഒരുങ്ങെന്ന് പറഞ്ഞ് ആദർശ് ഒരുങ്ങാൻ പോകുന്നുണ്ട്. നന്ദു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അനി കൊടുത്ത മോതിരമൊക്കെ എടുത്ത് ഭംഗിയൊക്കെ നോക്കി ഇഷ്ടത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിൽ, തൻ്റെ പ്രണയം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, എനിക്കും അതുപോലെ തന്നെ അനി നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കനക അങ്ങോട്ട് കയറി വരുന്നത്. എന്താ മോളെ, നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ, എല്ലാം അടുക്കി പെറുക്കിയോ, വല്ലതും മേടിക്കാനൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പറയും, ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട് അമ്മ, അന്നേരത്തേന് എല്ലാം മേടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് കനക നന്ദുവിൻ്റെ കയ്യിരിക്കുന്ന മോതിരം കാണുന്നത്. ഇതെന്താ മോളെന്ന് ചോദിക്കും. പറയും, അതൊരു മോതിരം അമ്മേ ഗിഫ്റ്റ് കിട്ടിയതാന്ന് പറയും. ആണോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറയും, ഇതൊരു സ്വർണ്ണ മോതിരമാണല്ലോ, ഇതാരും മേടിച്ച് തന്നാന്ന് ചോദിക്കും. അതെൻ്റെ ഫ്രണ്ട്സ് മേടിച്ച് തന്നാന്ന് പറയും. അവന്മാർക്കൊക്കെ ഇത്രയും മേടിക്കാനൊക്കെ ഉള്ള അബിയറൊക്കെ ഉണ്ടോ, അവർ ചുമ്മാ വേലയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുകയല്ലേ, ഇതിനൊക്കെ നല്ല തുകയായി കാണുമല്ലോ എന്നൊക്കെ ചോദിക്കും. അവന്മാർ തന്നെ മേടിച്ചെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പതർന്നൊക്കെ ഉണ്ട്. എന്നിട്ടും പറയും, അതെ അവർ തന്നെ മേടിച്ചെന്നാ, അതെന്തിനാ അവർ ഇത് മേടിച്ചെന്നു ചോദിക്കും. ഞാൻ നാളെ അങ്ങ് പോവുമല്ലേ അമ്മേ, അപ്പം അതിനുവേണ്ടി അവരെല്ലാവരോടും കൂടി പിരിവിട്ടൊക്കെ മേടിച്ചതാന്ന് പറയും. ആണോ, എന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, മോളിത് ഇട്ട് നോക്കിയെന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. എന്നാൽ ഒന്ന് ഇട്ട് നോക്കുമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് പോകുമ്പോൾ വാതൊക്കെ ചെന്നിട്ട് കനക തിരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ മോളെ, അനി നിനക്ക് ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും, പക്ഷേ മോൾ അതൊന്നും മേടിക്കണ്ട കേട്ടോ എന്ന് പറയും. ഇല്ല അമ്മയെന്ന് നന്ദു ഉടനെ പറയുന്നുണ്ട്. കനക പോയി കഴിയുമ്പോഴത്തേന് വീണ്ടും ആ മോതിരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ് നന്ദു. എന്നിട്ട് അന്നേരം ഓർക്കുന്നുണ്ട്, അനി ഇങ്ങനെ പറയുന്ന പ്രണയിക്കുന്നവരുടെ മനസ്സിൻ്റെ ആന്തൽ പരസ്പരം മനസ്സിലാക്കാനൊക്കെ പറ്റും, തൻ്റെ മനസ്സിലെ ആ ആന്തൽ എനിക്കിപ്പം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെയുള്ള ആ ഡയലോഗ് വീണ്ടും ഇങ്ങനെ അന്തു ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോട്ട് സ്നേഹത്തോടെ ആ മോതിരത്തിലോട്ട് ഇങ്ങനെ ഉമ്മ വെക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.